ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വെക്കേഷൻ ടൈമിൽ ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പോയതാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര പ്രകൃതിയോട് ഇങ്ങനെ എഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല പച്ചപ്പും ഹരിതാപവും തടാകവും ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു മനോഹരമായ സ്ഥലം. നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കയറുന്നത് ഇൻഡോർ ബേർഡ് ഒബ്സർവേറ്ററിയിലാണ്. ഓൾമോസ്റ്റ് ഒരു 200 സ്പീഷീസ് ഓഫ് ബേർഡ് വെറൈറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ. ആനിമൽ ആൻഡ് ബേർഡ് ലവേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ. കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ ബിസി ലൈഫിൽ നിന്ന് മാറി പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര ക്വയറ്റായിരുന്നു. നമ്മളവിടെ ചെന്നിട്ട് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ ലൈഫ് എങ്ങനെയാണ് എന്ന് അടുത്ത് കാണാൻ പറ്റി. അത് എൻജോയ് ചെയ്യാൻ പറ്റി. ആഫ്റ്റർ ഓൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ പോയത് ഭയങ്കര വർത്ത് ഇറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ 200 ബേർഡ് വെറൈറ്റീസിൽ ഫ്ലെമിംഗോ വാസ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്തൊരു ഫ്ലെമിംഗോനെ കാണുന്നത്. ഒരു വൺ ഡേ ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ കുട്ടികളുമായിട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്യും. ഞങ്ങളുടെ കൂടെ ഇവ ഉണ്ടായിരുന്നല്ലോ, ഇവ ഒരുപാട് എൻജോയ് ചെയ്തു. ഇവ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബേർഡ്സിനെ ആനിമൽസിനെയൊക്കെ കാണാനായിട്ട്. അവളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ട് ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു. ഇവിടുത്തെ എൻട്രി ടിക്കറ്റിന് 15 ദിർഹംസ് ആണ്. കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. ഈ വെറ്റ്ലാൻഡിന് ചുറ്റിനുമുള്ള ബഗ്ഗി റൈഡാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. നമ്മൾ പോകുന്ന വഴി നമുക്ക് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണാനായിട്ട് വണ്ടി ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് തരും. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബഗ്ഗി റൈഡ് തന്നെയാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെപ്പോഴും ആനിമൽസിനെ സൂവിൽ പോയി ഇങ്ങനെ കേജ്ഡായിട്ട് കാണുന്നതിനെയും കാട്ടി അവരെ അവരുടെ ഹാബിറ്റാറ്റിൽ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് അല്ലേ. അത് വേറെ തന്നെ ഒരു വൈബാണ്. ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് ഒരു വൺ ഡേ ഔട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എസ്പെഷ്യലി കുട്ടികളുണ്ട് എങ്കിൽ കുട്ടികൾ ഒരുപാട് എൻജോയ് ചെയ്യും. ഉറപ്പായിട്ടും ഇവിടെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾക്കും ഫീൽ ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഈ ബഗ്ഗി റൈഡ് ടോട്ടൽ വരുന്നത് 5 കിലോമീറ്റർ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു. വണ്ടി നിർത്തി തന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയില്ലേ. UAE ഇങ്ങനൊരു തടാകവും പച്ചപ്പൊക്കെ കാണുക എന്ന് പറയുന്ന അതത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. അവർ നല്ലപോലെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി നമ്മൾ നാട്ടിലല്ലേ ഇതുപോലുള്ള കാഴ്ചകൾ കൂടുതൽ കാണുന്നത്. എനിക്ക് ശരിക്കും നാട്ടിൽ പോയൊരു ഫീലിംഗ് ആണ്. നാട്ടിൽ നമ്മളിങ്ങനെ ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന ആ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. ട്രെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്തോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സമ്മർ സീസൺ ആയതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാനായിട്ട് ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി തന്നു കേട്ടോ. ആ ഒരു ഏരിയയാണിത്. ഭയങ്കര കാം, ക്വയറ്റ്, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ചെറിയ ഒരു ഇളം കാറ്റൊക്കെ വീശി ബേർഡ്സിൻ്റെ ഇങ്ങനെ ചേർപ്പിംഗ് സൗണ്ട്സൊക്കെ കേട്ട് നല്ല ഭംഗിയുള്ള തടാകത്തിൻ്റെ അടുത്തൂടെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഫിഷസിനെയൊക്കെ കണ്ടു, പിന്നെ ബേർഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്തു. എനിക്ക് ശരിക്കും നാട്ടിൽ നമ്മൾ പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ഈ ഒരു വൺ ഡേ ഔട്ടിങ് കഴിഞ്ഞ് തോന്നിയ കാര്യങ്ങൾ എന്താണെന്നറിയോ? നമ്മുടെ ഈ ബിസി സ്കെഡ്യൂളിൽ നിന്നൊക്കെ ഇടയ്ക്ക് നമ്മളൊന്ന് മാറി ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് നേച്ചറുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുവാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി കാം ആൻഡ് ക്വയറ്റ് ആവും, കുറച്ചും കൂടി പീസ്ഫുൾ ആവും എന്ന് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. എൻ്റെ മനസ്സ് കുറച്ച് കാമായതുപോലെ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാനായിട്ട്. നിങ്ങൾക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും പോവുക. ലൊക്കേഷൻ വരുന്നത് ഷാർജയിൽ വാസിദ് വെറ്റ്ലാൻഡ്.
അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.